ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ടു ഫാൻസിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. എന്തോ ഒരു കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ എന്ന് കാണുന്നുണ്ട്. എന്തോ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റാതിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു എന്തോ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിലൊരു വലിയ കൺഫ്യൂഷനാണ്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് അല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ഇതിൽ നിങ്ങൾ ഏറ്റവും നല്ലതാണ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നിങ്ങൾ അത്രയധികം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിലിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത്. ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾ ഒരു ട്രാവൽ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ചിലപ്പോൾ ഈ ട്രാവൽ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആൾക്കാരായിരിക്കാം, നിങ്ങളതിനു വേണ്ടി കാത്തിരുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഈ സമയം ഈ ട്രാവൽ വേണോ, കുറച്ച് ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റൂലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത്. എന്തോ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു പോലത്തെ ഒരു അവസ്ഥയാണ്. എന്തോ ഒരു നെഗറ്റീവ് നിങ്ങളിലേക്ക് വന്നു എന്നൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. എന്തോ എവിടെന്നോ എങ്ങനെയോ ഒരു നെഗറ്റീവ് നിങ്ങളിലേക്ക് വന്നു എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഇന്നലെ രാത്രിയോ ഇന്നോ ഒക്കെ നിങ്ങൾക്ക് ഞാൻ തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പൊതുവേ ഈ ഇൻഡ്യൂഷനൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരാൻ പോകുന്നുണ്ടെങ്കിൽ, അതിൽ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാകും. അത് ചിലപ്പോൾ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം, ഒരു നെഗറ്റീവ് എവിടെന്നോ വന്നു എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അങ്ങനത്തെ ഒരു കൺഫ്യൂഷനുണ്ട്. അപ്പം നിങ്ങളുടെ ശക്തിയൊക്കെ ചോർന്നു പോയ പോലത്തെ ഒരു അവസ്ഥയാണ്. അകാരണമായ ഭയവും ചില നിമിത്തങ്ങളും ഒക്കെ നിങ്ങൾക്ക് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടെൻഷനാണ്, എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ഭയമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ശരിക്കും നിങ്ങൾ ആ ശക്തി നിങ്ങൾ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് കാണുന്നത്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശരിക്കും ഒരു പ്രാർത്ഥനയുടെ കുറവുണ്ട്, വിശ്വാസത്തിൻ്റെ കുറവുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രോങ് അല്ലാത്ത സമയത്ത് മാത്രമാണ് നമ്മളിലേക്ക് നെഗറ്റീവ് വരുന്നത്. ഇപ്പോൾ ഏത് തരത്തിലുള്ള നെഗറ്റീവ് ആയാലും, നമ്മളുടെ സമയത്തിൻ്റെ പ്രശ്നമായാലും, നമ്മൾ എപ്പോൾ വീക്കാകുന്നോ ആ സമയത്ത് നമ്മളത് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ സമയം ചിലപ്പോൾ പൊതുവേ കുറച്ച് എനർജി കുറഞ്ഞിരുന്ന സമയമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തോ കാര്യത്തിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു ഡൗട്ടൊക്കെ ആയിരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഈ ഒരു എനർജി നിങ്ങളെ ശരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു പേടിയുണ്ട് നിങ്ങൾക്ക്. ഇതെവിടെ നിന്നാണെന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വേറെ ഒന്നുമില്ല, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക. കല്ലുപ്പിട്ട വെള്ളത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കുളിക്കാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച് കല്ലിട്ട വെള്ളത്തിൽ കുളിക്കുക. പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കവും വരരുത്. നമ്മളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അതിന് നന്ദി പറയുക, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതിനായി നന്ദി എന്ന് പറയുക. അപ്പോൾ ഇത് മനസ്സുകൊണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണ് കാണുന്നത്. ഫൈവ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ശരിക്കും ഈ
ഒരു ചീറ്റിംഗ് പോലത്തെ എനർജിയാണത്. പക്ഷെ നിങ്ങൾക്ക് അവിടെ ജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരാളിന് ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ശത്രുക്കൾ, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ശത്രുക്കൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, നിങ്ങളെ തോൽപ്പിച്ച് കളയും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ ജയിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം എന്ത് തരത്തിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് വരുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളത് മനസ്സിലാക്കുക. ഇവിടെ വിന്നർ നിങ്ങളാണ്, വിക്ടറി നിങ്ങൾക്കാണുള്ളത്. മറ്റൊരാളിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും. അത് ഇപ്പോൾ തോൽപ്പിക്കുക എന്ന് പറയുമ്പം മനഃപൂർവ്വം അങ്ങനെ അവർക്കൊരു ദോഷം വരണമെന്നൊന്നുള്ളതല്ല. മറ്റൊരാൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങളെ എന്ത് ചെയ്യണം എന്നാണോ വിചാരിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് വരില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ശരിക്കും ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുക, മനസ്സിലാക്കുക. ഏസ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശരിക്കും ഒരു കഷ്ടപ്പാടിലൂടെ കടന്നു പോയൊരവസ്ഥ ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ബ്രേക്ക് ത്രൂവിലൊക്കെ അതൊക്കെ കടന്നു പോയി. അത്രയും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് അത്രയും കഠിനമായ ഒരു ജീവിതമായിരിക്കും കുറച്ച് കാലം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കടന്നു പോയി എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് വിക്ടറി ആണെന്നാണ് കാണുന്നത്. അപ്പം സെയിം ഒരു മെസ്സേജാണ് ഇതിലും വന്നിട്ടുള്ളത്. അപ്പം മറ്റുള്ളവർ നിങ്ങൾ എത്ര ദ്രോഹിക്കാൻ ശ്രമിച്ചാലും എത്ര പറ്റിക്കാൻ ശ്രമിച്ചാലും അത് വിക്ടറി നിങ്ങൾക്കാണ് വന്നിട്ടുള്ളത്. ഇതിലും ഇപ്പോൾ വിക്ടറി നിങ്ങൾക്കാണ്. ഈ ഒരു വാള് നിങ്ങളുടെ കയ്യിലാണുള്ളത്. സെയിം ഇതിലും ഈ ഒരു മെസ്സേജും ശരിക്കും നിങ്ങളുടെ കയ്യിലാണ് ആയുധമുള്ളത്. മറ്റൊരാളുടെ ആയുധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് വിക്ടറി ഉണ്ട്, അത് മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഒരു നെഗറ്റീവ് വന്നു, എനിക്കിനി എന്താണ് സംഭവിക്കുന്നത്, ഇനി എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെയൊക്കെ വിചാരിച്ച് നെഗറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട. നിങ്ങൾക്ക് വിക്ടറി ഉണ്ട്. അപ്പോൾ അത് ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾ പ്രൊട്ടക്ഷൻ എടുക്കുക. നിങ്ങൾ പ്രൊട്ടക്ഷൻ എടുക്കാതിരിക്കരുത്. ശരിക്കും രാവിലെ നിങ്ങൾ ദിവസം തുടങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ ഒരു നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയം തന്നെ ഒരു 3 മിനിറ്റെങ്കിലും നമ്മൾ മൗനമായിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നേ ദിവസം ശരിക്കും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതിനായിട്ട് നന്ദി പറയുക. നിങ്ങൾ ഇന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുക. എല്ലാ കാര്യവും എനിക്ക് എല്ലാം പോസിറ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ എനിക്ക് തന്നതിനായി നന്ദി. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക കുറച്ച് സമയം. ടവറാണ്. വലിയൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ഭയം ശരിക്കും നിങ്ങൾക്ക് അറിയാം. ഇപ്പം നമുക്ക് തന്നെ മനസ്സിലാകും. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു കാര്യം എന്ന് പറയുമ്പം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ടവറാണ്. അപ്പോൾ അതിൽ ചില വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, പോകുമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു നഷ്ടം നിങ്ങൾക്ക് ലാഭമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞല്ലോ വിക്ടറി നിങ്ങൾക്കാണെന്ന്. അപ്പോൾ ലൈഫ് അടിമുടി മാറ്റുന്നൊരു കാര്യമാണ് ഇന്ന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ അടുത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഭയത്തിൻ്റെ ആവശ്യമേ ഇല്ല. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഈ സമയം ഏറ്റവും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു ഫേസാണ്. അത് മാറുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക ആദ്യം. ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന
ആൾക്കാർ നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, അതിൽ എൻജോയ് ചെയ്തുന്ന ആൾക്കാരായിരിക്കാം. ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. മറ്റുള്ളവരെ ചിലപ്പം വിശ്വസിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു നിങ്ങൾ മറ്റുള്ളവരോട് കൂടി എത്രമാത്രം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നോ ആ ഒരു ആഘോഷം സ്വന്തമായിട്ട് അങ്ങനെ ആഘോഷിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾ ഒരു മറ്റുള്ളവർക്ക് കൊടുത്ത സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചെടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നമ്മളെ മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. അത് ഫ്രണ്ട്സിനെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ ലവറെ ആയിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു വലിയ ഒരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ പണ്ട് ആഘോഷിച്ചിരുന്ന ആൾക്കാരൊന്നും ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ല. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണ്. പക്ഷേ ഈ ഒരു കപ്പ് നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, കെയർ ചെയ്യുക. ഈ ഒരു ഓട്ടപ്പാച്ചിലൊക്കെ മതിയാക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാനും ഒരുപാട് സമയം കണ്ടെത്തുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കാര്യം നോക്കാൻ കുറച്ച് സമയം ഒന്ന് ചിലവഴിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ സോൾ അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. 7 of Cups ആണ്. അപ്പോൾ കുറേ ചോയ്സ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്നുള്ളതാണ്. ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർ ചിലപ്പോൾ ഫോഴ്സ് ചെയ്യുമായിരിക്കാം. ഒരിക്കലും നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അങ്ങനെ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക. ഇന്നേ ദിവസം കുറേയധികം ചോയ്സ് നിങ്ങൾക്കുണ്ടാകും. ആ ചോയ്സ് എടുക്കുന്നത് ബുദ്ധിപൂർവ്വം ചെയ്യണം എന്നാണ്. അല്ലാതെ എടുത്ത് ചാടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പവർ ഉപയോഗിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾക്ക് പവറുണ്ട്, പക്ഷെ നിങ്ങൾ ആ പവർ കാണാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള സാധ്യതകളൊന്നും നിങ്ങളിവിടെ കാണുന്നേ ഇല്ല. ഈ ഒരു ശരിക്കും ഇതൊരു ഡയമണ്ടാണ്. അപ്പം അതൊന്നും നിങ്ങൾ കാണുന്നേ ഇല്ല. നിങ്ങൾ ശരിക്കും അതിൻ്റെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങളുടെ മുന്നിലേക്ക് നോക്കുക. നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അത് കാണുക, അത് റിസീവ് ചെയ്യുക. പക്ഷേ നിങ്ങൾ കുറേയധികം കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണുള്ളത്, നിങ്ങളുടെ മുന്നിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ വന്ന മെസ്സേജ് കൂടുതൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ്. സൺ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ഒരു നേച്ചർ ഒന്ന് അറിയാൻ ശ്രമിക്കുക. നമ്മളെ മുന്നിലുള്ള പൂക്കളും അപ്പോൾ ചിത്രശലഭങ്ങളും അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ അതിനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അതിനൊന്ന് ശ്രദ്ധിക്കുക. മൃഗങ്ങളോട് കുറച്ച് കൂടുതലൊരു സഹാനുഭൂതി കാണിക്കുക. അല്ലെങ്കിൽ ഈ സമയത്ത് ഈ ഇടയ്ക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് പൂച്ചകളോടോ നായ്ക്കുട്ടികളോടോ ഒന്നും വലിയ സ്നേഹമില്ലായിരുന്നെങ്കിൽ ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് അതിനോട് ഭയങ്കര ഒരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചിത്രശലഭങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, പൂക്കളെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ മാറ്റത്തിൻ്റെ നിങ്ങൾ മാറ്റമാണത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച് അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മളുടെ ഈ ഓട്ടപ്പാച്ചിലൊന്ന് മതിയാക്കി കുറച്ച് സമയമെങ്കിലും നമ്മൾ ഈ നാച്ചുറുമായി ഒന്ന് ഇടപഴകുന്നത് നല്ലതായിരിക്കും.
രാവിലെ കുറച്ച് സമയമെങ്കിലും ഒരു ചെരുപ്പിടാതെ, ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പറ്റൂല, അല്ലാതെ ഇപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒന്ന് ചെരുപ്പിടാതെ കുറച്ച് സമയമെങ്കിലും ഒന്ന് ഒരു ഭൂമിയുമായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് വേണം, മദർ എർത്തുമായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് വേണം. ചെരുപ്പിടാതെ നടക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഈ പൗർണമി ദിവസങ്ങളിൽ നിങ്ങൾ ആ ഒരു എനർജി നിങ്ങൾ ചെരുപ്പിടാതെ നിങ്ങൾ സ്വീകരിക്കുക. കുറച്ച് സമയമെങ്കിലും ഒന്ന് പുറത്ത് നിന്ന് ആ ഒരു മൂൺ എനർജി സ്വീകരിക്കുക. നേച്ചറുമായി ശരിക്കും ഒരു ബന്ധമുണ്ടാക്കുക. നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നേ ദിവസം പുതിയ എന്തോ ഒരു തുടക്കമുണ്ട്, വളരെ സന്തോഷകരമായ എന്തോ ഒരു കാര്യം നിങ്ങൾ റിസീവ് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, യൂണിയനാണ്. അപ്പം നിങ്ങളുടെ സോൾ കണക്ഷനുള്ള ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതൊരു വിവാഹബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും ഒരു എൻഗേജ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടായിരിക്കാം. പാസ്റ്റിൽ ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിപ്പോയ ആൾക്കാരാണെങ്കിൽ അത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം ഒരു ഹാർമണിയാണ് പൊതുവെ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വളരെ സന്തോഷമുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയിൽ ആ ഒരു കൺഫ്യൂഷനും ഒരു നെഗറ്റിവിറ്റിയും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം കളയുക. ചിലപ്പോൾ അത് നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കാം, അതിന് വലിയൊരു ഇത് കൊടുക്കരുത്. വലിയൊരു എനിക്ക് എന്തോ നെഗറ്റീവ് വന്നു അല്ലെങ്കിൽ വരുന്നു എന്നുള്ള ഒരു കാര്യത്തിന്, ആ ഒരു തോട്ടിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുക, അതിനൊരു സ്ട്രെങ്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. നമുക്ക് ഇതിന്ന് ഒരു ഇതെടുത്ത് നോക്കാം എന്താണ് അതിലുള്ളതെന്ന്. 2 മെസ്സേജസ് എടുത്ത് കൊടുക്കാം. ബാസ്ക്കറ്റാണ് റെക്കഗ്നീഷൻ റിവാർഡ് ഫോർ മെരിറ്റ്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് നിങ്ങളുടെ മെരിറ്റിന് ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ബിവെയർ ഓഫ് ഗ്രീഡ്, എന്തെങ്കിലും ഒരു പിഗ്ഗാണ്, അപ്പോൾ എന്തെങ്കിലും ഒരു ആർത്തി ഉണ്ടെങ്കിൽ അതിന് വേണ്ട എന്നുള്ളതാണ്, ആർത്തി വേണ്ട എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ വെയിലാണ് ഗ്രേറ്റ് വറി ഓവർ നത്തിങ്. ഒന്നുമില്ലാത്ത കാര്യത്തിനാണ് നിങ്ങൾ ഈ വിഷമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് വന്നു എന്ന് നിങ്ങൾ വെറുതെ വിഷമിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം. അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒന്നുമില്ല, പക്ഷേ നിങ്ങൾക്കൊരു ഭയം തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വിട്ട് കളയുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരുപാട് നന്ദി. താങ്ക് യു.